അപ്പൊ ഒരു കൃഷിഭൂമിയിൽ ചിലപ്പോൾ വിളവ് കുറവുണ്ടാവാം, അല്ലെങ്കിൽ എന്തെങ്കിലും മഞ്ഞളിപ്പുണ്ടാവാം, വളർച്ച കുറവുണ്ടാകാം, ഇങ്ങനെ ധാരാളം പ്രശ്നങ്ങൾ ഉണ്ടാവാം. അപ്പൊ ഒരു കർഷകൻ ഒരു കൃഷിഭൂമിയിൽ ഒരു പ്രശ്നം പറഞ്ഞാൽ നമ്മൾ ആദ്യമേ പരിശോധിക്കേണ്ടത് ആ ചെടിയുടെ വേരാണ്. നമ്മൾ സാധാരണ ഒരു രോഗവുമായിട്ട് ആശുപത്രി ചെന്നാൽ ആദ്യം ഡോക്ടർ നമ്മളോട് നാക്ക് നീട്ടാൻ പറയും അല്ലേ? അപ്പോൾ നമ്മുടെ നാക്കും കണ്ണും പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്കുള്ള രോഗത്തിന്റെ ബേസിക് റീസൺ എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇതുപോലെ തന്നെ ഒരു ചെടി ഭക്ഷണം കഴിക്കുന്നത് വേരിനകത്തൂടെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു ചെടിക്ക് എന്ത് രോഗം വന്നാലും ആദ്യമേ നമ്മൾ പരിശോധിക്കേണ്ടത് ആ ചെടിയുടെ വേരിനെയാണ്. അപ്പൊ വേരുകളെ സംബന്ധിച്ച് നമ്മൾ നോക്കിയാൽ എപ്പോഴും ചെടികളുടെ നാര് വേരുകളാണ് വളത്തിനെയും ന്യൂട്രീഷനെയും വലിച്ചെടുക്കുക. തായ് വേരിന്റെ ധർമ്മം എന്ന് പറയുന്നത് ചെടിയെ മണ്ണിൽ ഉറപ്പിച്ചു നിർത്തുകയും ചെടിക്ക് വേണ്ട വളം വലിച്ചെടുത്ത് കൊടുക്കുകയും ചെയ്യലാണ് തായ് വേരിന്റെ ധർമ്മം. അപ്പൊ ഈ നാര് വേരുകൾ എപ്പോഴും ഇത് മണ്ണിന്റെ മേൽമണ്ണിലായിരിക്കും ഈ നാര് വേരുകൾ ഏറ്റവും അധികം ഉണ്ടാവുക. അപ്പൊ ഈ നാര് വേരുകൾ കുറവാണെങ്കിൽ മണ്ണിൽ എത്രയധികം വളങ്ങൾ ഉണ്ടെങ്കിലും എന്തൊക്കെ ന്യൂട്രീഷൻ ഉണ്ടെങ്കിലും ഇതൊന്നും ചിലപ്പോൾ ചെടിക്ക് വലിച്ചെടുക്കാനായിട്ട് സാധിച്ചു എന്ന് വരില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ പലപ്പോഴും ന്യൂട്രീഷന്റെ ഡെഫിഷ്യൻസി, മഗ്നീഷ്യം ഡെഫിഷ്യൻസി, ഇങ്ങനെ പല ഡെഫിഷ്യൻസികളും ചെടി കാണിക്കുന്നുണ്ടാവും. ഒരുപക്ഷെ മണ്ണിൽ ഈ മൂലങ്ങളൊക്കെ ഉണ്ടാവും. ഈ നാര് വേരുകൾ ഇല്ലാത്തത് കൊണ്ടായിരിക്കും ഈ പ്രശ്നം ഉണ്ടാകുന്നത്. നാര് വേരുകൾ വളരുന്നത് മണ്ണിൽ ഹ്യൂമസ് എന്ന് പറയുന്ന ഘടകം വരുമ്പോഴാണ്. ഹ്യൂമസ് എന്ന് പറഞ്ഞാൽ വേറൊന്നുമില്ല, മണ്ണിൽ ജൈവാംശം വീണ് പൊടിഞ്ഞ് അതിസൂക്ഷ്മ രൂപത്തിലാകുന്നതിനെയാണ് ഹ്യൂമസ് എന്ന് പറയുന്നത്. നമ്മൾ പറമ്പിൽ ഏതെങ്കിലുമൊക്കെ ചെടിയുടെ ചുവട്ടിൽ ധാരാളം കരിയില കൂട്ടിക്കിടന്ന് കുറെ നാൾ കഴിയുമ്പോൾ ഈ കരിയിലേക്ക് ഇങ്ങനെ പൊടിഞ്ഞു വരുമ്പോൾ അത് മാറ്റി നോക്കിയാൽ അറിയാം അവിടെ നിറച്ച് നാര് വേരുകൾ ഇങ്ങനെ നിറയെ വന്നിട്ടുണ്ടാവും അല്ലെ? അത് ഈ ഹ്യൂമസിന്റെ അംശം അവിടെ വരുന്നത് കൊണ്ടാണ്. അപ്പൊ ഇത്തരത്തിൽ നാര് വേരുകൾ വളരാൻ നമുക്ക് മണ്ണിൽ കൊടുക്കാൻ പറ്റുന്ന ഒരു ഉൽപ്പന്നമാണ് ഹ്യൂമിക് എന്ന് പറയുന്നത്, ഹ്യൂമിക് 12+. അപ്പൊ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മണ്ണിൽ ഒരു കൽക്കരിയിൽ നിന്ന് എടുക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആണ്. അപ്പോൾ മണ്ണിൽ ആവശ്യത്തിന് ഹ്യൂമസ് കിട്ടും. അപ്പൊ ഒരു പ്രദേശത്ത് നമ്മൾ ചെല്ലുന്നു, അല്ലെങ്കിൽ ആ ചെടികളുടെ വേര് പരിശോധിക്കുമ്പോൾ ഒന്നെങ്കിൽ വേരിന് ചീക്ക് വരുന്നു, ചിലപ്പോൾ വെള്ളമൊക്കെ കെട്ടി നിന്ന് വേര് ചീഞ്ഞു പോയിട്ടുണ്ടാവാം, അല്ലെങ്കിൽ മണ്ണിൽ അമിതമായിട്ട് രാസവളം നമ്മൾ പ്രയോഗിച്ച് ഈ ഹ്യൂമസ് ഒക്കെ കുറഞ്ഞു പോയിട്ട് മണ്ണിൽ സൂക്ഷ്മജീവികളുടെ എണ്ണം വളരെ കുറവാണ്, നാര് വേരുകൾ കുറവാണ്. അങ്ങനെയാണെങ്കിൽ ആ മണ്ണിൽ വേര് വളർച്ചയ്ക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന പ്രൊഡക്റ്റ് ആണ് ഹ്യൂമിക് 12+ എന്ന് പറയുന്നത്. അപ്പൊ ഇത് മണ്ണിലേക്ക് കൊടുക്കേണ്ട ഒരു കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ലിറ്റർ വെള്ളത്തിൽ 3 മില്ലി ഹ്യൂമിക്, 1 ലിറ്റർ വെള്ളത്തിൽ 3 മില്ലി ഹ്യൂമിക് എന്ന് പറയുന്ന അനുപാതത്തിൽ മിക്സ് ചെയ്തിട്ട് ഓരോ ചെടിയുടെയും ചുവട് ഭാഗം നനയുന്ന അളവിൽ ഒഴിച്ചു കൊടുക്കുക. ഇപ്പൊ നമ്മൾ ഒരു ചെറിയ ഒരു ഗ്രോ ബാഗിൽ വളർത്തുന്ന ഒരു ചെടിയാണ്, ഒരു തക്കാളി ചെടിയാണെങ്കിൽ ഒരു 1/4 ലിറ്റർ വെള്ളം ഈ ഹ്യൂമിക് മിക്സ് ചെയ്ത 1/4 ലിറ്റർ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ അതിന്റെ ചുവട് നനയും. ഇതേ സ്ഥാനത്ത് ഒരു വലിയ തെങ്ങാണെങ്കിൽ ഒരു 10 ലിറ്റർ വെള്ളം വേണ്ടി വരും ആ തെങ്ങിന്റെ ചുവട് നനയാനായിട്ട്. അപ്പൊ ഒരു 10 ലിറ്റർ വെള്ളത്തിൽ ഒരു 30 മില്ലി ഹ്യൂമിക് മിക്സ് ചെയ്യുക, ചെടിയുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുക. അപ്പൊ ചെടിയുടെ സ്വഭാവം അനുസരിച്ച് ഒരു 40-45 ദിവസം കഴിയുമ്പോൾ ധാരാളം പുതിയ നാര് വേരുകൾ വരുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഒരു ചെടിയുടെ വേര് വളർച്ചയ്ക്ക് വേണ്ടിയിട്ട്, ഒരു ചെടിയുടെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ആദ്യം വേര് പരിശോധിച്ച് വേര് വളർച്ചയ്ക്ക് വേണ്ടി കൊടുക്കാൻ പറ്റുന്ന പ്രൊഡക്റ്റ് ആണ് ഹ്യൂമിക് 12+. അതിന്റെ കോൺസെൻട്രേഷൻ 1 ലിറ്റർ വെള്ളത്തിൽ 3 മില്ലിയാണ്. അപ്പൊ ഇത് നമ്മുടെ ചെടിയുടെ ചോട്ടിൽ ഒഴിച്ചു കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതുപോലെ തന്നെ നമുക്ക് ഡ്രിപ്പ് ഇറിഗേഷനിലോ എങ്ങനെ വേണമെങ്കിലും ഒരു ചെടിയിലേക്ക് കൊടുക്കാനായിട്ട് സാധിക്കും.